ലേൺ കൊമേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിലെ ടൈപ്സ് ഓഫ് റിട്ടേണിൽ GSTR2 ആൻഡ് GSTR3യെ കുറിച്ചാണ്. GSTR1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. GSTR1മായി റിലേറ്റ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. ആദ്യം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റിട്ടേൺ 2 എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ടാക്സബിൾ പേഴ്സൺ നടത്തിയ ഇൻവേർഡ് സപ്ലൈസിന്റെ ഡീറ്റെയിൽസ് ആണ് GSTR2ൽ മെൻഷൻ ചെയ്യേണ്ടത്. അതായത് ടാക്സബിൾ പേഴ്സൺ പർച്ചേസ് ചെയ്ത അല്ലെങ്കിൽ റിസീവ് ചെയ്ത ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിന്റെ ഡീറ്റെയിൽസ് ആണ് GSTR2ൽ മെൻഷൻ ചെയ്യേണ്ടത്. ഇനി എപ്പോഴാണ് GSTR2 ഫയൽ ചെയ്യേണ്ടത് എന്ന് നോക്കാം. GSTR2 ഒരു മന്ത്ലി റിട്ടേൺ ആണ്. അതായത് രജിസ്റ്റേർഡ് പേഴ്സൺ എല്ലാ മാസവും റിസീവ് ചെയ്ത ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിന്റെ ഡീറ്റെയിൽസ് GSTR2 വഴി മെൻഷൻ ചെയ്തിരിക്കണം. നമ്മൾ പറഞ്ഞു GSTR2 ഒരു മന്ത്ലി റിട്ടേൺ ആണ്. അതായത് എല്ലാ മാസവും രജിസ്റ്റേർഡ് പേഴ്സൺ ഫയൽ ചെയ്തിരിക്കണം. ഇനി എന്നാണ് ഫയൽ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ദാറ്റ് ഈസ് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് GSTR2. Goods and Services Tax Return 2 should be filed by 15th of the following month. അതായത് ഏപ്രിൽ മാസം പർച്ചേസ് ചെയ്ത അല്ലെങ്കിൽ റിസീവ് ചെയ്ത ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിന്റെ ഡീറ്റെയിൽസ് മെയ് മാസം 15ാം തീയതിക്ക് മുൻപായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റിട്ടേൺ 2ൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. ദാറ്റ് ഈസ് കണ്ടന്റ്സ് ഓഫ് GSTR2. ആദ്യം ടാക്സ് പെയർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ആയ GSTIN അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഫോളോഡ് ബൈ നെയിം ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ ഓർ ടാക്സബിൾ പേഴ്സൺ, ഡീറ്റെയിൽസ് ഓഫ് ഇൻവേർഡ് സപ്ലൈസ്, അതായത് ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ പർച്ചേസ് ചെയ്ത അല്ലെങ്കിൽ റിസീവ് ചെയ്ത ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിന്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിരിക്കണം. സപ്ലൈസ് റിസീവ്ഡ് ഫ്രം കോമ്പസിഷൻ സ്കീം, കോമ്പസിഷൻ സ്കീമുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. കോമ്പസിഷൻ സ്കീമിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിരിക്കണം. ഡീറ്റെയിൽസ് ഓഫ് TDS, TCS, ഡീറ്റെയിൽസ് ഓഫ് അഡ്വാൻസ് എമൗണ്ട് പെയ്ഡ് ഓർ അഡ്വാൻസ് എമൗണ്ട് അഡ്ജസ്റ്റഡ്, HSN കോഡ്, അതായത് ഗുഡ്സുകളെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് HSN കോഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. HSN കോഡ് ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യണം. GSTR2ൽ മെൻഷൻ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റിട്ടേൺ 3 എന്താണ് എന്ന് ഡിസ്കസ് ചെയ്യാം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റിട്ടേൺ 3 അഥവാ GSTR3 രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ടാക്സബിൾ പേഴ്സൺ എല്ലാ മാസവും ഫയൽ ചെയ്യുന്ന ഒരു മന്ത്ലി റിട്ടേൺ ആണ്. GSTR3ൽ ഔട്ട്വേർഡ് സപ്ലൈസിന്റെയും അതോടൊപ്പം തന്നെ ഇൻവേർഡ് സപ്ലൈസിന്റെയും ഡീറ്റെയിൽസ് ആണ് മെൻഷൻ ചെയ്യുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റിട്ടേൺ 1ൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ടാക്സബിൾ പേഴ്സൺ ഓരോ മാസവും നടത്തിയ ഔട്ട്വേർഡ് സപ്ലൈസിന്റെ ഡീറ്റെയിൽസ് ആണ് GSTR1ൽ മെൻഷൻ ചെയ്യുന്നത്. അതായത് രജിസ്റ്റേർഡ് പേഴ്സൺ സെയിൽ ചെയ്ത ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിന്റെ ഡീറ്റെയിൽസ് ആണ് GSTR1ൽ മെൻഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ GSTR2ൽ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ടാക്സബിൾ പേഴ്സൺ എല്ലാ മാസവും റിസീവ് ചെയ്ത അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിന്റെ ഡീറ്റെയിൽസ് ആണ് മെൻഷൻ ചെയ്യുന്നത്. GSTR3ൽ ശ്രദ്ധിക്കേണ്ട കാര്യം GSTR3ൽ ഔട്ട്വേർഡ് സപ്ലൈസിന്റെയും അതോടൊപ്പം തന്നെ ഇൻവേർഡ് സപ്ലൈസിന്റെയും ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. That is, GSTR3 shows the summarized details of all outward supplies and inward supplies. Goods and Services Tax Return 3 അഥവാ GSTR3 പ്രധാനമായും രണ്ട് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് എ ആൻഡ് പാർട്ട് ബി. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റിട്ടേൺ 3ൽ ഔട്ട്വേർഡ് സപ്ലൈസിന്റെയും ഇൻവേർഡ് സപ്ലൈസിന്റെയും ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന്. GSTR3യുടെ പാർട്ട് എയിലാണ് ഔട്ട്വേർഡ് സപ്ലൈസ് ആൻഡ് ഇൻവേർഡ് സപ്ലൈസിന്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യുന്നത്. GSTR3യുടെ പാർട്ട് എ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആകുന്നതാണ്. കാരണം
രജിസ്റ്റേർഡ് പേഴ്സൺ ഓൾറെഡി ഫയൽ ചെയ്ത GSTR1 ആൻഡ് GSTR2 ബേസ് ചെയ്ത് GSTR3 പാർട്ട് എ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആകുന്നതാണ്. പാർട്ട് ബി ആണ് രജിസ്റ്റേർഡ് പേഴ്സൺ ഫില്ല് ചെയ്യേണ്ടത്. പാർട്ട് ബിയിൽ ടാക്സിന്റെ ഡീറ്റെയിൽസ് ആണ് മെൻഷൻ ചെയ്യേണ്ടത്. അതായത് ഡീറ്റെയിൽസ് ഓഫ് ടാക്സ്, ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ ആൻഡ് പെനാൽറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് പാർട്ട് ബിയിൽ മെൻഷൻ ചെയ്യേണ്ടത്. സോ GSTR3 അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റിട്ടേൺ 3 ഒരു മന്ത്ലി റിട്ടേൺ ആണ്. GSTR3 പ്രധാനമായും 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. GSTR3 പാർട്ട് എ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആകുന്നതാണ്. പാർട്ട് എയിൽ ഔട്ട്വേർഡ് സപ്ലൈസിന്റെയും ഇൻവേർഡ് സപ്ലൈസിന്റെയും ഡീറ്റെയിൽസ് ആണ് മെൻഷൻ ചെയ്യുന്നത്. പാർട്ട് ബി ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആകുന്നതല്ല. പാർട്ട് ബിയിൽ രജിസ്റ്റേർഡ് പേഴ്സൺ ടാക്സിന്റെ ഡീറ്റെയിൽസ് ആണ് മെൻഷൻ ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റിട്ടേൺ 3 ഒരു മന്ത്ലി റിട്ടേൺ ആണ്. സോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് മന്ത്ലി ആണ്. അതായത് ടാക്സബിൾ പേഴ്സൺ അഥവാ രജിസ്റ്റേർഡ് പേഴ്സൺ എല്ലാ മാസവും GSTR3 ഫയൽ ചെയ്തിരിക്കണം. ഇനി എന്നാണ് GSTR3 ഫയൽ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതായത് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് GSTR3. Goods and Services Tax Return 3 should be filed by 20th of the following month. അതായത് ഏപ്രിൽ മാസത്തെ GSTR3 ഫയൽ ചെയ്യേണ്ടത് മെയ് മാസം 20-ാം തീയതിക്ക് മുൻപായിട്ടാണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിലെ ടൈപ്സ് ഓഫ് റിട്ടേണിൽ GSTR2 ആൻഡ് GSTR3 മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.